ഹേ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് ഓട്ടിസത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്കും ഓട്ടിസത്തിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോഴും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കിടയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഓട്ടിസം എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടിസം പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതൊരു കണ്ടീഷനാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഇത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. ഒരിക്കലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഓട്ടിസം എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ കഴിയുന്നതല്ല. പക്ഷേ തെറാപ്പി കൊടുത്ത് നമുക്ക് ആ കുഞ്ഞിന്റെ സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്ത് ആ കുഞ്ഞിന് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് കൊടുക്കാൻ കഴിയും. അതിന്റെ സിംറ്റംസിനെ ആ ഓട്ടിസത്തിന്റെ സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിന് ഒരു നോർമൽ ലൈഫിലേക്ക് പോകാനായിട്ട് ഏറെക്കുറെ നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയും, പ്രാപ്തരാക്കാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഒരു കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ആ കുഞ്ഞിന് സോഷ്യൽ വേൾഡുമായിട്ട് വലിയൊരു അറ്റാച്ച്മെന്റ് കാണില്ല. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ വേൾഡുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്നൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാനൊക്കെ ഒന്ന് മടിക്കും. കുഞ്ഞുങ്ങൾ ചിരിക്കില്ല. 3 മാസം മുതൽ ചിരിക്കാൻ തുടങ്ങണമല്ലോ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞിനെ അങ്ങനെ 3 മാസം കഴിഞ്ഞ് 6 മാസം ആയാലും കുഞ്ഞു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടൊന്നും ചിരിക്കില്ല. നമ്മൾ കളിപ്പിക്കുമ്പോഴൊക്കെ ചിരിക്കണമല്ലോ. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ടത് ഐ കോണ്ടാക്ട് ആണ്. അതായത് കുഞ്ഞിന് ഐ കോണ്ടാക്ട് വളരെ കുറവായിരിക്കും. അമ്മയുടെ എന്നല്ല, മറ്റുള്ളവരുടെ ആണെങ്കിലും ഐ കോണ്ടാക്ട് തരില്ല. പിന്നെ ഉള്ളത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ്. റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം ചില കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ ടോയ് കാറൊക്കെ ഉണ്ടല്ലോ, ആ കാറൊക്കെ എടുത്ത് വീൽസ് ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അതായത് ആ കാറ് ഉപയോഗിച്ചിട്ട്, ആ ടോയ് ഉപയോഗിച്ചിട്ട് അത് കളിക്കുന്നതിന് പകരം ഈ വീൽസ് ഇങ്ങനെ കറക്കുന്നതിനായിരിക്കും അത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ആ ഒരു കാറ് വെച്ചിട്ട് അതിൻ്റെ വീൽസ് കറക്കിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും അതിനൊരു കൗതുകമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് നോർമലായിട്ടുള്ള കുട്ടികളും അങ്ങനെ ചെയ്യും കേട്ടോ. അത് ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും കാറിൻ്റെ വീൽസ് ഇങ്ങനെ കറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് നമുക്കിത് നോർമൽ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഈ ഒരു കാർ വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഈ ഒരു വീൽസ് കറക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കത് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിങ്ങനെ എപ്പോൾ കൊടുത്താലും ഏതൊരു പ്രായത്തിൽ കൊടുക്കുമ്പോഴും ഇത് തന്നെയാണ് കുഞ്ഞ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ഓട്ടിസത്തിൻ്റെ ലക്ഷണമാകാം. പിന്നെ ഉള്ളത് സംസാരം, സ്പീച്ച് ഡിലേ ആകാറുണ്ട്. കുഞ്ഞിന് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, മാത്രമല്ല സ്പീച്ച് ഡിലേ ആകാറുണ്ട്. സ്പീച്ച് ഡിലേ ആകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കും മിക്കപ്പോഴും ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. സ്പീച്ച് കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ ആകാറില്ല. സ്പീച്ച് ഡിലേ കാണിക്കുമ്പോൾ പാരൻസ് കുഞ്ഞിനെ ക്ലിനിക്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അവർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ബിഹേവിയർ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുന്നു. കാരണം കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. ഓട്ടിസം ആണ് എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ആ കുഞ്ഞിന് നമ്മൾ ബിഹേവിയർ തെറാപ്പി അപ്ലൈ ചെയ്യുന്നു. ആ ബിഹേവിയർ തെറാപ്പിയിലൂടെ ആ കുഞ്ഞിൻ്റെ സിംറ്റംസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഈ കൂട്ടർ ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സെൻസറി ഇഷ്യൂസിന്റെ പ്രോബ്ലം കാണും. സെൻസറി ഇഷ്യൂസ് ഉള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സൗണ്ട്സിനോടും ലൈറ്റ്സിനോടൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. ചിലർക്ക് ചെറിയ സൗണ്ട്സ് കേൾക്കുമ്പോൾ പോലും ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്കത് പറ്റില്ല. അവർക്കത് ഭയങ്കരമായിട്ട് അവർ ഇറിറ്റേറ്റഡ് ആവും. സോ സെൻസറി ഇഷ്യൂസ് ഉള്ള കുഞ്ഞുമക്കളും ഉണ്ട്. അതും ഈ തെറാപ്പിയിലൂടെ നമുക്ക് സെൻസറി ഇഷ്യൂസും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിസീസ് അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, തെറാപ്പി കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. തെറാപ്പി കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് സെറ്റിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാലും മതി. പക്ഷേ ഒരിക്കലും കുഞ്ഞിനെ ആ ഒരു തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഈ സിംറ്റംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുഞ്ഞിനെ ഒന്ന് സെറ്റിലാക്കി ആ ഒരു സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ കുഞ്ഞ് കുറച്ചും കൂടെ നല്ലതുപോലെ കോപ്പറേറ്റ് ചെയ്യുകയും ആ ഒരു സിംറ്റംസ് റെഡ്യൂസ് ആയി ആ കുഞ്ഞിന്റെ ഒരു ലൈഫ് തന്നെ കുറച്ചും കൂടെ ഒന്ന് ബെറ്ററായി ഒന്ന് മോഡിഫൈഡ് ആവുന്നു. അത് തന്നെയാണ് ഈ തെറാപ്പിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പം സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ചില കുഞ്ഞുങ്ങൾക്ക് ഒക്യുപേഷൻ തെറാപ്പി വേണ്ടി വരുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒക്യുപേഷൻ തെറാപ്പിയും കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ കുഞ്ഞ് മിടുക്കന്മാരായിട്ട് വരുന്നതായിരിക്കും. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ എടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് IQ ലെവൽ വളരെ കൂടുതലായിരിക്കും. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് പഠന വൈകല്യങ്ങൾ കാണാറുണ്ട്, IQ കുറവായിരിക്കും.
പക്ഷേ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എങ്ങനെ പറയണ്ടേ, കുറേ കുട്ടികൾ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിരിക്കും കേട്ടോ. നമ്മള് ഇപ്പം ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ കുറേയേറെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മള് സ്നേഹം കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അത്രമേൽ നമുക്ക് തിരിച്ച് സ്നേഹം തരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവരുടെ ഉള്ളില് എന്തൊക്കെയോ അവർക്ക് ആ ഒരു പ്രകടനങ്ങൾ പല രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. വെറുതെ കൈ ഇങ്ങനെ പിടിക്കുന്നതാകാം, ചിലപ്പോൾ നമ്മുടെ കൈ പിടിച്ചിങ്ങനെ ചേർത്ത് കവിൾ വയ്ക്കുന്നതാകാം. അതൊക്കെ അവരുടെ ഒരു സ്നേഹപ്രകടനത്തിന്റെ ഭാഷയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ മക്കൾക്കെല്ലാം ഭയങ്കര ഒരു ഉള്ളിലെന്തോ ഒരു സ്നേഹം, നമ്മൾ കൊടുക്കുന്നവരോട്, സ്നേഹം കൊടുക്കുന്നവരോട് അവർക്ക് തിരിച്ചും ആ ഒരു സ്നേഹമുണ്ട്. അത് പക്ഷെ പ്രകടിപ്പിക്കുന്ന രീതികൾ വേറെയായിരിക്കും. പല അമ്മൂമ്മമാരാണ് കൂടുതലായിട്ട്, കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടല്ലോ, അവരായിരിക്കും കൂടുതലായിട്ട് വന്നിട്ട് പറയുന്നത്, എന്താ മാഡം ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമല്ലോ, ഞാൻ ഇങ്ങനെ ഈ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ട് ഒരു കുഞ്ഞിന് അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഈ പീഡിയാട്രിഷ്യനെ മാറ്റി ഞങ്ങൾ വേറൊരു പീഡിയാട്രിഷ്യനെ കണ്ടെങ്കിൽ ഈ ന്യൂറോളജിസ്റ്റിനെ മാറ്റി ഞങ്ങൾ വേറൊരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുവാണ്, അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവും, ഇത് കുറയും എന്നാണ് തോന്നുന്നത്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്, കാരണം ഇവിടെ അങ്ങനെ വലിയൊരു കുഞ്ഞിന് അങ്ങനെ കുറയുന്നൊന്നുമില്ല, ഈ അസുഖം കുറയുന്നില്ല, അപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ ഹോസ്പിറ്റൽ അവിടെ കാണിക്കുമ്പോൾ എന്തായാലും ഇത് കുറയും എന്ന് പറയുന്ന പല ഗ്രാൻഡ് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പാരൻസ് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആകുമ്പോൾ അവരൊന്ന് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് അവർ ആ ഒരു സത്യത്തോട് പൊരുത്തപ്പെടുക എന്ന് പറയില്ലേ, അതുപോലെ അവർ അതിനോട് പൊരുത്തപ്പെട്ട് അവരതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൂടുതൽ അവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും കിട്ടുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊരു ധാരണ ഉണ്ടാകുന്നു. എങ്കിൽ പോലും തുടക്കത്തിൽ പാരൻസും ഇതുപോലെ തന്നെയായിരിക്കും വന്ന് പറയുന്നത്, ഇത് കുറയുന്ന, ഇത് ഇവിടെ കാണിച്ചപ്പോൾ കുറയുന്നില്ല, അപ്പം ഞങ്ങൾ വേറെ കാണിക്കാൻ പോവുകയാണ് എന്നൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. ഈ ഗ്രാൻഡ് പാരൻസിനിടയിൽ അവർക്ക് എന്താണ് ഓവർ പാമ്പറിങ്ങിൻ്റെയും ഒക്കെ ഉള്ളൊരു ഇതാണല്ലോ ഈ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ മോന് ഇങ്ങനെ ഒരു കണ്ടീഷനാണ്, അത് പോവില്ല, അല്ലെങ്കിൽ ഇത് മാറില്ല, ഇതിന്റെ സിംറ്റംസ് മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ കഴിയൂ എന്നൊക്കെയുള്ളതൊരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ചില അമ്മൂമ്മമാർക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, അവർക്ക് അവരുടെ കുഞ്ഞുമക്കൾ ഒരിക്കലും അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരിക്കണം എന്നൊന്നും ആഗ്രഹിക്കില്ല. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞെന്ന് പറയുന്നത് സൂപ്പർ കിഡാണ്, സ്പെഷ്യൽ കിഡാണ്, സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ സ്പെഷ്യൽ കിഡ് എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് കുറേയേറെ കഴിവുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ആ കുഞ്ഞിന്റെ സ്കിൽസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ആ കുഞ്ഞ് കഴിവ് കാണിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിൽ ഭയങ്കര മിടുക്കരായിട്ട് മാറും. നമുക്ക് ഒരുപാട് പേര് എക്സാമ്പിൾ അറിയാം അല്ലെ. ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ മുന്നേ വന്നിട്ടുള്ള സുകേഷ് കുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാള് എന്ത് നന്നായിട്ട് പാടും അല്ലെ. അവർക്ക് ആ വ്യക്തിക്ക് ഓട്ടിസമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ആൾ സ്റ്റേജിൽ വന്ന് പാടുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെല്ലാം രോമാഞ്ചം വരുമല്ലേ. നമുക്ക് അത്രയ്ക്ക് സൂപ്പറായിട്ടല്ലേ പാടുന്നത്. അത്രയും ഒരു കണ്ടീഷനിൽ ഇരുന്നുകൊണ്ട് ആൾ എങ്ങനെ അത് പാടുന്നു. അപ്പൊ അത് സ്പെഷ്യൽ അല്ലേ, ആള് സ്പെഷ്യൽ കിഡാണ്. ആള് എന്താണ് ദൈവത്തിന്റെ, എനിക്ക് നമ്മൾ കുറച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനും കഴിയും. ദൈവത്തിന്റെ എന്തോ ഒരു ഇത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ഒരു കഴിവ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികളും മലയാളം പോലും മര്യാദയ്ക്ക് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾ വേറെ ലാംഗ്വേജ് ഒക്കെ എഴുതും. ലാറ്റിൻ ഒക്കെ എഴുതുന്ന കുട്ടികളുടെ എക്സാമ്പിൾസ് കുറേ ഉണ്ട്. ഫ്രഞ്ച്, സ്പാനിഷ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ്. കാരണം ആ കുഞ്ഞുങ്ങൾ സ്പെഷ്യലാണ്. അവർക്ക് അത്രയേറെ കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക. ഒരിക്കലും നമ്മൾ അവരെ ഇങ്ങനെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. അവരത്രയും സ്പെഷ്യലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു രോഗമാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഇതൊരു കണ്ടീഷനാണ്. ഇത് നമുക്ക് ഒരിക്കലും ഈ കണ്ടീഷനിൽ നിന്ന് കുഞ്ഞിനെ നമുക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ ഇതിന്റെ സിംറ്റംസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഞാൻ ആ ഗ്രാൻഡ് പാരൻസിനോട്, ആ അമ്മൂമ്മമാരോടും അപ്പൂപ്പന്മാരോടും ഒക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കുന്ന ഇത് ഈ രോഗം മാറുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്നതിന് പകരം ഞാൻ അവിടെ കൊണ്ടുപോയി കാണിക്കട്ടെ, അപ്പൊ അത് മാറുമെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്ന ആ അമ്മൂമ്മമാരോടും അപ്പൂപ്പന്മാരോടും ഞാൻ പറയുകയാണ്, അങ്ങനെ ഒന്നുമല്ല. അതൊരിക്കലും അങ്ങനെ മാറ്റാൻ കഴിയില്ല. പക്ഷേ ആ കണ്ടീഷനിന്റെ സിംറ്റംസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സിംറ്റംസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് ബെറ്റർ ആകും. അപ്പോൾ നമ്മൾ തെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും കുഞ്ഞിനിങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിങ്ങനെ ആയല്ലോ എന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത്. കുഞ്ഞിനിങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ആയി എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയോ കഴിവുകൾ ആ കുഞ്ഞിനുണ്ട്. അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത്, ആ കുഞ്ഞിനെ ബൂസ്റ്റ് ചെയ്ത് കുഞ്ഞിനെ നമ്മൾ ഒരു നല്ല ലൈഫിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുമ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും നല്ല സ്ട്രെസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമുക്കറിയാം അല്ലേ, ഇത് എന്തോരം സ്ട്രെസ്. ഇപ്പൊ സുകേഷ് കുട്ടന്റെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. സുകേഷ് കുട്ടന്റെ അമ്മ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അവരുടെ ആ എഫേർട്ട് എന്ന് പറയുന്നതാണ് ആ സുകേഷ് കുട്ടൻ അവിടെ സ്റ്റേജിൽ വന്ന് പാടുന്നത്. അപ്പൊ ആന്റിയുടെ ആ ഒരു എഫേർട്ട് നമുക്കത്
എത്ര പറഞ്ഞാലും മതി വരില്ല. അത്രയാണ് അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പാരന്റ്സിന് അത്രയും ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുമ്പോൾ തന്നെ അവർ കുറച്ചും കൂടെ സ്ട്രെസ്സിലോട്ട് പോകും. ആ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോൾ അവർ കുറേ നമുക്ക് കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ നമുക്ക് ആ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളെ നോക്കുമ്പോൾ, സ്പെഷ്യൽ കിഡ്സിനെ നോക്കുമ്പോൾ നല്ല സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. നമുക്കത് മാറി നിന്ന് നോക്കുന്ന പോലെ അല്ല. നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നല്ല സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. ആ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്കൊരു കൗൺസിലിംഗ് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓട്ടിസം എന്താണെന്ന് ഞാൻ വളരെ കുറച്ച് ഞാനിങ്ങനെ സൈക്കോളജിക്കൽ ടേംസ് കാര്യങ്ങളും ഞാൻ ഒഴിവാക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പം നമ്മൾ ഒരുപാട് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് നോളജ് ഉള്ളവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു അമ്മൂമ്മയ്ക്ക് ഇപ്പോൾ ഒരു 60 വയസ്സായ ഒരു അമ്മൂമ്മ ഈ ഒരു വീഡിയോ കാണുവാണ്. ഓട്ടിസം എന്താണ് ഓട്ടിസം എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് ഓട്ടിസം എന്ന് ആ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പറയാൻ കഴിയണം ഐ കോണ്ടാക്ട് ഇല്ലായ്മ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല, ആവർത്തിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ കുറേ സിംറ്റംസ് കാണിക്കുമ്പോൾ നമുക്കറിയാം ആ കുഞ്ഞിന് ഓട്ടിസം ആണെന്ന്. അപ്പം അതുപോലെ ഒരു അമ്മൂമ്മയോട് ചോദിക്കുമ്പോൾ അവർ പറയണം ഇത്രയും സിംറ്റംസ് ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ഓട്ടിസം. അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് പറയാൻ ആ അമ്മയ്ക്ക് നോക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിന് ഓട്ടിസം ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലാകണം എന്താണെന്നുള്ളത്. ഒരുപാട് വാരി വലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പം എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ വരും. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ADHD, OCD അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ ഒരു കണ്ടീഷനാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മാറ്റാൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് സിംറ്റംസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഓട്ടിസം കുറേ ട്രേറ്റ്സ് ഉണ്ട് ഓട്ടിസത്തിന് തന്നെ. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗായിക ജ്യോത്സ്ന ഓട്ടിസ്റ്റിക് ആണെന്ന് ഡയഗ്നോസ് ചെയ്തല്ലേ. അപ്പോൾ അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. അവരെത്രയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരെത്രയും നന്നായിട്ട് പാടുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടിസം എന്ന് പറയുന്നത് കണ്ടീഷനാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബുദ്ധിയില്ലായ്മ ഒന്നിനും അവരെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല എന്നല്ല. ചില കുട്ടികൾക്ക് ഐക്യ കുറവായിരിക്കും കേട്ടോ. ചില കുട്ടികൾ ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ് ഒരു കഴിവുമില്ല എന്നുള്ളതല്ല, എങ്ങനെ അവരെ ഓക്കെ ആക്കാം, എന്താണ് അവരുടെ ഒരു കഴിവ് എന്നുള്ളത് പാരൻസ് ചിന്തിച്ച് കണ്ടെത്തുക. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാകണം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു അമ്മുമ്മയ്ക്ക് പോലും അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു അമ്മ നോക്കുമ്പോഴും ഈ കുഞ്ഞിന് ഇങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് ഇനി ഓട്ടിസം പോലെ എന്തെങ്കിലും ആണോ എന്ന് ഒരു അമ്മൂമ്മയ്ക്ക് പറയാൻ കഴിയണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനിയുള്ളൊരു കാര്യം പറയാം. വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലേ വെർച്വൽ ഓട്ടിസം. അത് ശരിക്കും പറഞ്ഞാൽ പാരൻസോ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ കുഞ്ഞിനെ ആരാണോ നോക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സ്ക്രീൻ ടൈം കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന ഒരു ഒരു കണ്ടീഷനാണ് ഈ വെർച്വൽ ഓട്ടിസം. അത് ഓട്ടിസവുമായിട്ട് ഒരു സിമിലാരിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അത് ഓട്ടിസം അല്ല. അതിന്റെ സിംറ്റംസിനോട് ഒരു സിമിലാരിറ്റി കാണിക്കാറുണ്ട്, പക്ഷെ അതൊരിക്കലും ഒരു ഓട്ടിസം അല്ല. ഓട്ടിസം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ സിംറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു വെർച്വൽ ഓട്ടിസം ഒരു ലെവലിൽ പോവുകയാണ്. ഓക്കെ, ഇതന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.